അസ്സലാമു അലൈക്കും ഗൈസ്, ഇന്നത്തെ ഒരു ദിവസം നോക്കിയാലോ. ഇന്ന് രാവിലെ ദോശയാണ് ഉണ്ടാക്കിയത് കേട്ടോ. തലേ ദിവസത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു. രാവിലെയും ഉച്ചക്കും വൈകിട്ടും ഒക്കെ ഒരേ സാധനം തന്നെ കഴിക്കുക എന്നുള്ളത് ഭയങ്കര മടുപ്പിക്കുന്ന കാര്യമാണ്. പക്ഷേ നമുക്കിവിടെ അതൊക്കെ ചെയ്തേ പറ്റുള്ളൂ. എന്തായാലും ഉച്ചക്കേക്കും അതേ സാധനങ്ങളൊക്കെ തന്നെയാണ് എടുത്തത്. കൂടെ ഫ്രണ്ടിൻ്റെ ബിരിയാണിയിലുണ്ടായിരുന്ന റൈത്തയും സാലഡും കൂടെ കിട്ടി. അപ്പോൾ സെറ്റായി കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞ് കൊളീഗിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. ബർത്ത്ഡേക്ക് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതും കഴിച്ച് കുറച്ച് വൈകിട്ടായപ്പോൾ ഒരു കാപ്പിയൊക്കെ കുടിച്ചു കേട്ടോ. അതിനുശേഷം റൂമിലേക്ക് വന്ന് റൂമിൽ നിന്ന് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഫ്രണ്ടിനെ കാണാൻ പോകാനുണ്ടായിരുന്നു കേട്ടോ. ആ വഴിക്കാണ് നമ്മുടെ അൻസാർ ഗാലറി. അവിടെ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഒന്ന് പോകാമെന്ന് വിചാരിച്ച് പോകുന്ന വഴിക്ക് ഒരു മന്തിക്കടയിൽ കയറിയിട്ട് ഒരു കാവയും അതേപോലെ തന്നെ ഒരു ഡേറ്റ്സും കഴിച്ചിട്ടോ. ശേഷം ഫ്രണ്ട് പറഞ്ഞു ഫ്രണ്ട് ഹോസ്പിറ്റലിലാണെന്ന്. അപ്പോൾ പിന്നെ അവിടെ പോക്ക് നടന്നില്ല. ആ അൻസാർ ഗാലറി തന്നെ കുറേ നേരം കറങ്ങി തിരിഞ്ഞിങ്ങനെ നടന്നു. എന്തൊക്കെയോ വാങ്ങണമെന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം കുറേ നാളായി ഞാനിങ്ങനെ ഒരു സിമ്പിൾ ചെയിൻ നോക്കി നടക്കുന്നത്. പക്ഷേ മന്തിൻ്റെ അല്ലേ, വാങ്ങിക്കഴിഞ്ഞാൽ റിസ്ക്. അതുകൊണ്ട് പിന്നെ അവിടെ തന്നെ തിരിച്ചു വെച്ചു. ഇത് ജ്വല്ലറി സെക്ഷനിൽ കണ്ടൊരു ഐറ്റാണ്. ഇതെന്താണെന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ വള എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ എടുത്തില്ല. ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒന്നും പർച്ചേസ് ചെയ്തില്ലെങ്കിലും ഈ ഭാഗത്തോടെ ഇങ്ങനെ കറങ്ങി നടക്കാൻ നല്ല രസമാണ്. അപ്പോഴാണ് ഈ മാലകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഈ മാലകൾക്കൊരു കഥയുണ്ട്. പണ്ട് ചെറുപ്പത്തിൽ, വളരെ ചെറുപ്പത്തിൽ ഞങ്ങളൊരു കല്യാണത്തിന് പോയിട്ടോ. അന്ന് ഇതേപോലത്തെ മാലകളൊക്കെ ഭയങ്കര ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന സമയം. അതുകൊണ്ട് തന്നെ കല്യാണത്തിന് പോകുമ്പോൾ എനിക്കതൊരെണ്ണം കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ഉമ്മ പറഞ്ഞു അവിടെ എത്തിക്കഴിഞ്ഞാൽ വാങ്ങിത്തരാമെന്ന്. അവിടെ എത്തിയിട്ട് വാങ്ങിത്തരുന്നതിന് പകരം ഉമ്മ അവിടെയുള്ള ഞങ്ങളൊരു ബന്ധുവിനോട് ചോദിച്ചു. അവർ തരാമെന്നും പറഞ്ഞു. പക്ഷെ അത് കേട്ടോണ്ടിരുന്ന അവരുടെ മകൾ അപ്പം തന്നെ വാവിട്ട് കരയാൻ തുടങ്ങിയിട്ടോ. എനിക്ക് ഭയങ്കര വിഷമായി. ഉമ്മ അത് കണ്ടിട്ട് പറഞ്ഞു നമുക്കിത് വേണ്ട, പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് മാറിയിട്ടോ. ഇന്നും എനിക്കത് മറക്കാൻ കഴിയില്ല. കാരണം കുറച്ച് നേരത്തേക്കാണെങ്കിലും എൻ്റെ കൺമുന്നിലൂടെ അത് പോവുകയും ചെയ്തു, എനിക്കത് കിട്ടുകയും ചെയ്തില്ല. എന്തായാലും ഇങ്ങനത്തെ മാലകളൊക്കെ കാണുമ്പോൾ എനിക്കതൊക്കെ ഓർമ്മ വരും കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ലബാനപ്പം കുടിച്ച് നേരെ റൂമിലേക്ക് പോയി. അപ്പോൾ നാളെ കാണാം. ബായ്.